ഭൂമിയുടെ ആഴങ്ങളിൽ തുരന്നെടുത്ത കൂറ്റൻ പാറക്കെട്ടുകൾക്കുള്ളിൽ മൈലുകളോളം നീളുന്ന തുരങ്കങ്ങളിൽ നിരനിരയായി അടുക്കി വച്ചിരിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും. ലോകം ഇന്ന് കാണുന്നത് ഒരു രാജ്യത്തിൻ്റെ മാത്രം പ്രതിരോധ സന്നാഹങ്ങളെയല്ല, മറിച്ച് ദീർഘകാലം നീണ്ടു നിൽക്കാവുന്ന ഒരു വലിയ യുദ്ധത്തിന് തങ്ങൾ സജ്ജരാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇറാന്റെ മിസൈൽ നഗരങ്ങളെയാണ്. 2026 മാർച്ചിൽ പശ്ചിമേഷ്യൻ യുദ്ധം ആദ്യ ആഴ്ച കടക്കുമ്പോൾ ഇസ്രയേലും അമേരിക്കയും നേരിടുന്നത് സൈനികമായ വെല്ലുവിളികൾ മാത്രമല്ല, സാമ്പത്തികമായി തങ്ങളെ തകർക്കാൻ കെൽപ്പുള്ള ഇറാന്റെ ചെലവ് കുറഞ്ഞ ആയുധ ശേഖരത്തെ കൂടിയാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിന് പിന്നാലെ ഇറാൻ പുറത്തുവിട്ട ഈ ഭൂഗർഭ ദൃശ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. യുദ്ധമെന്നത് വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് അതൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയാണ്. ഈ യുദ്ധത്തിൽ ഇറാൻ പയറ്റുന്നത് അസമമായ പോരാട്ട വീര്യം എന്ന തന്ത്രമാണ്. ഇറാന്റെ പക്കലുള്ള ഷാഹീദ് ഡ്രോണുകൾക്ക് വെറും 10,000 ഡോളറുകൾ മാത്രമാണ് നിർമ്മാണ ചെലവ്. ഇറാന്റെ പക്കലുള്ള ഷാഹീദ് ഡ്രോണുകൾക്ക് വെറും 10,000 ഡോളറുകൾ മാത്രമാണ് നിർമ്മാണ ചെലവ് വരുന്നത്. എന്നാൽ ഇവയെ തകർക്കാൻ ഇസ്രയേലും അമേരിക്കയും ഉപയോഗിക്കുന്ന പേട്രിയറ്റ് മിസൈലുകൾക്ക് 4 മുതൽ 5 ദശലക്ഷം ഡോളർ വരെ വില വരും. അതായത് 1000 രൂപയുടെ ഒരു ശത്രുവിനെ തകർക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ വെടിയുണ്ടകൾ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇതിന് അടിവരയിടുന്നു. ഇറാൻ വിക്ഷേപിച്ച 541 ഡ്രോണുകളെ തകർക്കാൻ UAEക്ക് അവയുടെ നിർമ്മാണ ചെലവിൻ്റെ 30 ഇരട്ടിയിലധികം തുക ചെലവിടേണ്ടി വന്നു. ഈ രീതിയിൽ യുദ്ധം തുടർന്നാൽ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഖരം സഖ്യകക്ഷികൾക്കിടയിൽ വേഗത്തിൽ തീർന്നു പോകുമെന്ന ആശങ്ക സുരക്ഷാ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ട പുതിയ ദൃശ്യങ്ങൾ ഈ ഭീതിയെ ശരിവയ്ക്കുന്നതാണ്. പാറക്കെട്ടുകൾ തുരന്നുണ്ടാക്കിയ കൂറ്റൻ ടണലുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഉപഗ്രഹങ്ങൾക്കോ സാധാരണ വ്യോമാക്രമണങ്ങൾക്കോ തകർക്കാൻ കഴിയാത്തത്ര ആഴത്തിലാണ് ഈ ആയുധപ്പുരകൾ സ്ഥിതി ചെയ്യുന്നത്. ട്രക്കുകളിൽ കയറ്റിയ ഡ്രോൺ ലോഞ്ചറുകളും മിസൈലുകളും ഏത് നിമിഷവും വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുന്ന കാഴ്ച ഒരു തീരാ യുദ്ധത്തിന് ഇറാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ്. ഖമേനിയുടെ ചിത്രങ്ങൾക്കടിയിൽ അണിനിരത്തിയിരിക്കുന്ന ഈ ആയുധങ്ങൾ കേവലം പ്രദർശന വസ്തുക്കളല്ല, മറിച്ച് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും അത്യാധുനിക ആയുധ ശേഖരത്തെ സാമ്പത്തികമായി ചോർത്താനുള്ള കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണ്. പ്രതിരോധ മിസൈലുകൾ തീർന്നു പോയാൽ മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങൾ ഇറാന്റെ ഡ്രോണുകൾക്ക് മുന്നിൽ നിസ്സഹായരാകും എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം. യുദ്ധം 5-ാം ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ടെഹ്റാനിലെ ആകാശം സ്ഫോടന ശബ്ദങ്ങളാൽ പ്രകമ്പനം കൊള്ളുകയാണ്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കേന്ദ്രങ്ങളെയും നേതൃത്വത്തെയും ലക്ഷ്യം വെച്ച് ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കേണ്ട പുരോഹിത സഭയുടെ ആസ്ഥാനമായ ഖോമിലെ കെട്ടിടങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം ഇറാന്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. എന്നാൽ മറുവശത്ത് ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ ജെറുസലേം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ആശങ്ക പരത്തുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കുന്നത് പ്രകാരം ഇറാൻ ഇതിനോടകം 2000-ലധികം ഡ്രോണുകളും 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചു കഴിഞ്ഞു. 2003-ലെ ഇറാഖ് അധിനിവേശത്തെക്കാൾ ഇരട്ടി വലിയ തോതിലാണ് തങ്ങൾ തിരിച്ചടിക്കുന്നതെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ആയുധപ്പുരകൾ ഇപ്പോഴും സജീവമായി തുടരുന്നു എന്നത് ആശങ്കാജനകമാണ്. ഈ യുദ്ധം കേവലം പശ്ചിമേഷ്യയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ലോകത്തെ എണ്ണ ഉൽപ്പാദനത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ സ്വാധീനം ആഗോള എണ്ണ വിപണിയെ ഉലച്ചിരിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $82 കടന്നത് ലോകമെമ്പാടുമുള്ള വിപണികളെ ബാധിച്ചു കഴിഞ്ഞു. എണ്ണവില കുതിച്ചുയരുന്നത് ആഗോള പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്നും കമ്പനികളുടെ ലാഭവിഹിതം ഇടിയുമെന്നുമുള്ള പേടിയിൽ ഓഹരി വിപണികൾ കൂപ്പുകുത്തി. സൗദി അറേബ്യയിലെയും UAEയിലെയും അമേരിക്കൻ നയതന്ത്ര കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതോടെ മേഖലയിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇറാന്റെ ആയുധ ശേഖരം തീരുന്നതിനേക്കാൾ വേഗത്തിൽ സഖ്യകക്ഷികളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതാകുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിക്കുന്നത് പ്രകാരം ഈ യുദ്ധം മാസങ്ങളോളം നീണ്ടു നിന്നേക്കാം. ഏകദേശം 800ഓളം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഖമേനിയുടെ മരണത്തിന് ശേഷം ഇറാൻ കൂടുതൽ അക്രമാസക്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുവിന്റെ സമ്പത്തും പ്രതിരോധ ശേഷിയും ക്ഷയിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പിന്തുടരുന്നത്. സൈനികമായ മേധാവിത്വമുണ്ടെങ്കിലും ചെലവ് കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഇത്തരം യുദ്ധങ്ങൾ അമേരിക്കയെ പോലെയുള്ള വൻ ശക്തികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഒരു ഡ്രോണിനെ തകർക്കാൻ $5 മില്യൺ മിസൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഒരു രാജ്യത്തിൻ്റെ ഖജനാവിനെ എത്രത്തോളം ശോഷിപ്പിക്കുമെന്ന ചിന്തിക്കേണ്ട വിഷയമാണ്. പശ്ചിമേഷ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് 2026 മാർച്ചിലെ ഈ ദൃശ്യങ്ങൾ അവശേഷിപ്പിക്കുന്നത്.
ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ തകർക്കാൻ സാധ്യമാണോ എന്നതും സഖ്യകക്ഷികളുടെ പക്കൽ എത്രനാൾ പ്രതിരോധ മിസൈലുകൾ അവശേഷിക്കും എന്നതും നിർണായകമായ ഒരു കാര്യമാണ്. ആയുധങ്ങളുടെ സാങ്കേതിക തികവിനേക്കാൾ അവയുടെ നിർമ്മാണ വേഗതയും ചെലവുമാണ് ആധുനിക യുദ്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത് എന്ന് ഈ സംഘർഷം നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ പുറത്തുവിട്ട ആ തടസ്സമില്ലാത്ത ആയുധപ്പുര വെറുമൊരു പ്രചാരണ തന്ത്രമോ അതോ വരാനിരിക്കുന്ന ഒരു വലിയ വിനാശത്തിന്റെ മുന്നോടിയാണോ എന്ന് ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. ഈ പോരാട്ടം വിജയിക്കുന്നത് ആയുധങ്ങളുടെ ശക്തി കൊണ്ടാവില്ല, മറിച്ച് ആരാണ് സാമ്പത്തികമായും സൈനികമായും കൂടുതൽ കാലം പിടിച്ചു നിൽക്കുന്നത് എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.